ഈ ബസ്സുകളിലൊക്കെ എത്ര വർഷമാണ് ഇത് മുമ്പോട്ട് പോകുന്നതെന്നും ഇതിൻ്റെ ബാറ്ററികളുടെ ആയുസ് എത്രയായിരിക്കുമെന്നും ഇത് ചാർജ് ചെയ്യുന്നതിന് ഇതിൻ്റെ ഇലക്ട്രിക് ചാർജ് എത്രയായിരിക്കും എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതാണ്. അല്ല, അവിടെയൊക്കെ ഒരു നോമിനലായിട്ടുള്ള ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഓടുന്നത്. അവരത് പരിശോധിച്ച് ചെയ്യാൻ. ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇറങ്ങി ഏകദേശം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ മേടിച്ച് കഴിഞ്ഞു. അത് ബൾക്കായിട്ട് നമ്മൾ മേടിച്ചിരിക്കുകയാണ്. അതിനൊന്നും പരിശോധിക്കാതെ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ബൾക്ക് പർച്ചേസ് നടത്തിയത്. പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് നമ്മളത് വാങ്ങിയിരിക്കുന്നത്. അത് സ്വിഫ്റ്റാണ്. ഈ ഇലക്ട്രിക് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം, ഈ PMIയുടെ ബസ്സുകൾ, ഈ 50 ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം PMI കമ്പനിക്ക് കേരളത്തിൽ ഒരു സർവീസ് സ്റ്റേഷനുകൾ പോലുമില്ല. നമ്മളൊരു കാറ് വാങ്ങിയാൽ പോലും ആ കാറിന് സർവീസ് സ്റ്റേഷനുകൾ ഉണ്ടാവും. നമുക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഫ്രീ സർവീസും എല്ലാം നമുക്ക് ഫ്രീ സർവീസ്. അത് കഴിഞ്ഞാൽ കമ്പനിയുടെ സർവീസ്, കമ്പനി ഇത് മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ സർവീസാണ് ഓരോ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആയുസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ സർവീസ് സ്റ്റേഷനുകൾ ഈ ബസ്സുകൾക്ക് കേരളത്തിലില്ല. ഇപ്പോൾ KSRTCയുടെ സർവീസ് സ്റ്റേഷനുകളിലാണ് KSRTCയുടെ മെക്കാനിക്കൽ, അവ കമ്പനിയുടെ 1-2 ഉദ്യോഗസ്ഥന്മാരുമാണ്. ബാക്കിയെല്ലാം KSRTCയുടെ മെക്കാനിക്കൽ എന്നാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ പൈസയും ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന KSRTCയാണ്. ഇന്ന് ഈ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വിഫ്റ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും KSRTCയിൽ നിന്ന് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്ന KSRTCയാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ സ്വിഫ്റ്റ് ലാഭം എന്ന് പറയും. KSRTCയുടെ രക്തമൂറ്റി കുടിച്ചുകൊണ്ടാണ് സ്വിഫ്റ്റ് കമ്പനി ലാഭം എന്നുള്ള കണക്കുണ്ടാക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. KSRTC അടച്ചുപൂട്ടാനാണ് ഈ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ സംശയം? ഗവൺമെന്റ് പ്ലാൻ ഫണ്ട്, KSRTCക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പോലും വാങ്ങുന്ന ബസ്സുകൾ സ്വിഫ്റ്റ് കമ്പനിക്ക് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വേറെ എന്തിനാണ്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് അവസാനമായി KSRTCക്ക് ബസ് വാങ്ങിയത്. ഏകദേശം 2700ഓളം ബസ്സുകൾ അന്ന് വാങ്ങി. അതിൻ്റെ എല്ലാം കാലാവധി ഈ 2030 ആകുമ്പോൾ കഴിയുകയാണ്. ഇപ്പോൾ പുതിയ ബസ്സുകളില്ലാതെ, പുതിയ ജീവനക്കാരെ നിയമിക്കാതെ ഈ KSRTCയെ എങ്ങനെയാണ് നിലനിർത്താൻ കഴിയുക? പിന്നെ ഈ സ്വിഫ്റ്റിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു. നിലവിൽ KSRTCയുടെ ജീവനക്കാരെ സ്വിഫ്റ്റ് കമ്പനി ഇല്ലെങ്കിൽ ഈ ബസ്സുകളെല്ലാം KSRTCക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ KSRTC നിലവിലുള്ള ജീവനക്കാരെ വെച്ച് തന്നെ ഓടിക്കാമല്ലോ. ഈ താൽക്കാലികക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളം എന്തിനാണ് കൊടുക്കുന്നത്? അല്ല, പൊതുവിൽ ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞു. ഈ KSRTC പിന്നെ കിഫ്ബിയിൽ നിന്ന് വായ്പ എടുത്ത് വാങ്ങിയിട്ടുള്ള, ബൾക്കായി വാങ്ങിയിട്ടുള്ള 50 PMIയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 50 ബസ്സുകളെ സംബന്ധിച്ചിടത്തോളമാണ്. ഇനിയും വായ്പയെടുത്ത് ബസ്സുകൾ വാങ്ങിയാൽ അതിലും KSRTCക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകും. വായ്പയെടുത്ത് വാങ്ങുന്നു മാത്രമല്ല, ഭീമമായ തുക ബാറ്ററിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ബാറ്ററിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ്. ഞാൻ പറയട്ടെ, 96 ലക്ഷം രൂപ ഒരു ബസ്സിൻ്റെ വില. അതിൽ 45 ലക്ഷം രൂപ ബാറ്ററിക്ക് തന്നെ ആവുന്നു. ബാക്കി എത്ര രൂപയാണ് ഈ ബസ്? അതിൻ്റെ എത്രമാത്രം ഇത് ഉണ്ടാവും നമ്മൾ ആലോചിക്കും. ചെയ്സില്ല. ഞങ്ങൾ KSRTCയുടെ വീക്ഷണത്തിൽ ഈ വായ്പയെടുത്ത് വാങ്ങുന്ന ബസ്സുകൾ തീർച്ചയായും KSRTCക്ക് അമിതമായ നഷ്ടമുണ്ടാക്കും. കേന്ദ്രം തരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രം തരുന്നത് അങ്ങോട്ട് വാടക കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് നഷ്ടമായിട്ട് വരില്ലേ? വാടക നമ്മൾ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ നഷ്ടം വരില്ലേ? നമ്മൾ ഓടുന്നതിന് നമ്മൾ വാടക കൊടുക്കണ്ടേ? അപ്പം നമ്മൾ അതിനും വാടക കൊടുക്കണം, സ്വിഫ്റ്റിനും വാടക കൊടുക്കണം എന്ന സ്ഥിതിയിലേക്ക് വരും.